അൽഹംദുലില്ലാ, ഇന്ന് എൻ്റെ കുഞ്ഞിന് 3 വയസ്സാവുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കേക്ക് രാവിലെ എത്തി. ഞങ്ങളുടെ ചെറിയൊരു ഡെക്കറേഷനാണ് കേട്ടോ. ഇത് അവളുടെ ആദ്യത്തെ ബർത്ത്ഡേക്ക് ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വലിയ ഇതൊന്നുമില്ല, അവളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കേക്ക് കട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് കേക്ക് കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു നല്ലൊരു കേക്ക് ഓർഡർ ചെയ്തു. അവൾക്ക് അവളുടെ ആ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലായിരുന്നു. ആ ലൈറ്റും ബലൂണും മിഠായിയും കേക്കും പുതിയ ഉടുപ്പും, അവളുടെ ആ സന്തോഷം കാണുമ്പോൾ തന്നെ എനിക്ക് കണ്ണ് നിറഞ്ഞു. എനിക്ക് ഒരുപാട് സന്തോഷമായി. എൻ്റെ കുഞ്ഞിൻ്റെ നമ്മുടെ മക്കളുടെ ചിരി കാണാനില്ലേ നമുക്ക് ഏറ്റവും ഇഷ്ടം. നമ്മുടെയൊക്കെ കാലത്ത് ഇങ്ങനത്തെ ഒന്നും, ഒരു കേക്ക് ആയിക്കോട്ടെ ഒരു മിഠായി ആയിക്കോട്ടെ, അതൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ 18ാമത്തെ വയസ്സിലാണ് സത്യം പറഞ്ഞാൽ ഞാനൊരു കേക്ക് കട്ട് ചെയ്യുന്നത്. പിന്നെ എൻ്റെ മാരേജ് കഴിഞ്ഞും ഒരു വട്ടം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഇന്നേക്ക് അങ്ങനെ കട്ട് ചെയ്തിട്ടേ ഇല്ല. നമ്മുടെ മക്കൾക്ക് അങ്ങനൊരു ഭാഗ്യം കിട്ടി, അൽഹംദുലില്ലാ. എനിക്കെന്തോ മനസ്സിനൊരു സന്തോഷവും സങ്കടവും ഒക്കെ നിറഞ്ഞൊരു നിമിഷമായിരുന്നു കേട്ടോ. ഇതെൻ്റെ നാത്തൂനാണ്. ഞങ്ങൾ വീട്ടുകാർ മാത്രമേ ഉള്ളായിരുന്നു. ചെറിയൊരു കേക്ക് കട്ടിങ് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പരിപാടികളും കാര്യങ്ങളും ഒന്നുമില്ല. നാത്തൂനും മക്കളും അത്തായും അമ്മായും പിന്നെ എൻ്റെ അമ്മായും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആരും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു പരിപാടിയായിരുന്നു. അവൾ കേക്ക് കട്ടിയത് ആദ്യം കുറച്ച് ഇതായിരുന്നു. അവൾക്ക് തന്നെ കേക്ക്, അവളെ അങ്ങ് ഫ്രീ ആയിട്ട് അങ്ങ് വിടണം. നമ്മൾ അവളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കുന്നതൊന്നും പുള്ളിക്കാരിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അവളങ്ങനെ എല്ലാവർക്കും കേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇത് അത്താണ്, മറ്റേത് എൻ്റെ നാത്തൂൻ്റെ മക്കളാണ്. ഇത് അമ്മ, അതിരിക്കുന്ന എൻ്റെ കുഞ്ഞാണ് കേട്ടോ. 2ാമത്തെ ആളാണ്. അതിന് 8 മാസത്തെ പ്രായമായിട്ടുള്ളൂ. ഹസ്ബൻഡ് അപ്പോൾ വെളിയിലാണ്. അപ്പോൾ പുള്ളിക്കാരൻ ആദ്യത്തെ ബർത്ത്ഡേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെനിക്കൊരു വിഷമമാണ്. അതുകൊണ്ട് വലുതായിട്ട് ആഘോഷമൊന്നും ഇല്ല, ചെറിയ രീതിയിൽ. ഇതെൻ്റെ അമ്മ ആണ് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. നല്ല രീതിയിൽ തന്നെ അൽഹംദുലില്ലാ, നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിൽ അവൾക്ക് പറ്റിയൊരു അവിടെ മുഖത്തെ സന്തോഷം, ആ ചിരി കളി അതൊക്കെ കാണാൻ കഴിഞ്ഞു. എനിക്കൊരുപാട് സന്തോഷമായി. പിന്നെ വേറെ എന്താ പറയുക, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ക്ലാരിറ്റിയൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും എടുക്കുന്നതിൽ. അപ്പോൾ ഒരുപാട് സന്തോഷം, എന്താ പറയണ്ടതെന്ന് അറിയില്ല. അൽഹംദുലില്ലാ, എൻ്റെ കുഞ്ഞ് ആരോഗ്യ ആയുസ്സും ആഫിയത്തും എല്ലാം കൊടുക്കട്ടെ. ബുദ്ധിയും ശക്തിയും കഴിവും എല്ലാം കൊടുക്കട്ടെ. ആമീൻ. നിങ്ങൾ ദുആ ചെയ്യണം. ഞങ്ങൾക്ക് ആറ്റുനോട്ടുണ്ടായ പൊന്നുമോളാണ് കേട്ടോ. ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾക്കൊക്കെ ശേഷം ഞങ്ങൾക്ക് പടച്ചവൻ തന്ന കനിയാണിവൾ. അതുകൊണ്ട് ഇച്ചിരി ലാളിച്ചൊക്കെയാണ് അവളെ വളർത്തിയത്. അതിൻ്റേതായിട്ടുള്ള കുറച്ച് ദുശ്ശീലങ്ങളും പുള്ളിക്കാരിക്കുണ്ട്. അപ്പം കൊച്ചു കൊച്ചു ഗിഫ്റ്റൊക്കെ അവൾക്ക് അവളുടെ അണ്ണണ്ണാന്നാണ് വിളിക്കുന്നത്. അണ്ണണ്ണായും അക്കായും ഒക്കെ കൈമാറുന്ന കൊച്ചു കൊച്ചു ഗിഫ്റ്റ്. അവർക്കതൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇങ്ങനെ പേപ്പർ പൊതിക്കകത്തൊക്കെ, കളർ പേപ്പറിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ പൊതിഞ്ഞു കൊടുക്കുന്നത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചെണ്ടയാണ് കേട്ടോ. ചെണ്ട കൊട്ടുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. നല്ലതായിട്ട് ചെണ്ട കൊട്ടുമായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇടാം കേട്ടോ. നല്ലതായിട്ട് ചെണ്ട, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവൾ ചെണ്ട കൊട്ടുന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോൾ. നല്ലൊരു താളത്തിലാണ് അവൾ ചെണ്ട കൊട്ടുന്നത്. അപ്പോൾ ഒരുപാട് ഗിഫ്റ്റൊക്കെ എൻ്റെ പൊന്നുമോൾക്ക് കിട്ടി, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.